ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് വിശുദ്ധ ദൈവത്തിൻ്റെ വചനത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം ഇയ്യോബ് പറയുന്നു: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണീർ പൊഴിക്കുന്നു. കുടുംബക്കാരും ചാർച്ചക്കാരും എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, തിന്മകളും അനീതിയും തനിക്കെതിരെ വർഷിച്ചപ്പോൾ, തൻ്റെ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഏറ്റവും അടുത്ത സ്നേഹിതർ പോലും തന്നെ കുറ്റപ്പെടുത്തി മാറി നിന്നപ്പോൾ, ഇയ്യോബിന് ദൈവസന്നിധിയിലുള്ളൊരു പ്രാർത്ഥനയാണ് ഈ കാണുന്നത്. ഈ 16-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ ഇയ്യോബിൻ്റെ ഒരു പ്രാർത്ഥനയായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്തെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത്, ഈവൻ നൗ മൈ വിറ്റ്നസ് ഈസ് ഇൻ ഹെവൻ, മൈ അഡ്വക്കേറ്റ് ഈസ് ഓൺ ഹൈ. പല സമയത്തും നമുക്കറിയാം, വ്യക്തമായി നമ്മളെ ആളുകൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത സമയങ്ങളിൽ, നമ്മളെ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത സമയങ്ങൾ വരും. ഞാൻ തെറ്റുകാരനല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ചില സമയങ്ങൾ വരും. ആളുകളെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും നാം തെറ്റുകാരെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം: നമുക്കൊരു സാക്ഷിയുണ്ട്, അത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. തന്നെ ഒറ്റപ്പെടുത്തി താൻ പ്രതിസന്ധിയിലായപ്പം താൻ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്കൊരു സാക്ഷിയുണ്ട്, അത് സ്വർഗത്തിലെ എൻ്റെ ദൈവമാണ്. ലോകം മുഴുവൻ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും സ്വർഗം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, ദൈവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. മറ്റാർക്കും നമ്മളെ മനസ്സിലാക്കാതെ വരുമ്പോഴും നമ്മെ മനസ്സിലാക്കുന്ന, നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരു സ്വർഗമുണ്ട്. വെൻ പീപ്പിൾ മിസ്ജഡ്ജ് യു, ലേബൽ യു ഓർ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് യു, ഗോഡ് സ്റ്റിൽ നോസ് ദ ട്രൂത്ത് അബൌട്ട് യു. ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാൻ കഴിയുന്നു. ദൈവം ഒരു സാക്ഷിയായിട്ട് ആദ്യം കാണിക്കുമ്പം തൊട്ടടുത്ത വാക്യത്തിൽ വീണ്ടും പറയുകയാണ്: എൻ്റെ ജാമ്യക്കാരൻ ജീവിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് മൈ അഡ്വക്കേറ്റ്. കർത്താവിനെ തന്നെയാണ് ഇവിടെ വിറ്റ്നസ് എന്നും സാക്ഷിയെന്നും അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ജാമ്യക്കാരനെന്നും പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ധരിക്കപ്പെട്ട് നാം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരും. പ്രത്യേകിച്ച് ഈ ജാമ്യക്കാരൻ അല്ലെ അഡ്വക്കേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ്. നമുക്ക് നാട്ടിലൊക്കെ അറിയാം, ഒരാൾ ജയിലിലായി പോയാൽ അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു ജാമ്യക്കാരൻ വേണം. അവർക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ ഒരു അഡ്വക്കേറ്റ് വേണം. ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവമാണ് എൻ്റെ അഡ്വക്കേറ്റ്. സങ്കീർത്തനം 35 പറയുന്നു: എന്നോട് വാദിക്കുന്നവരോട് ദൈവമേ നീ വാദിക്കണമേ. നമുക്ക് വാക്കുകളില്ലാതെ വരുമ്പോൾ, നമുക്ക് നമ്മെ തെളിയിക്കാൻ കഴിയാതെ വരുമ്പോൾ, നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായി നിൽക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ജഡ്ജ് ബട്ട് ആൻ അഡ്വക്കേറ്റ്. ഒരു നീതികർത്താവ് മാത്രമല്ല, നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് കൂടെയാണ്. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പണം കൊടുത്തു വേണം അഡ്വക്കേറ്റിനെ വെക്കാൻ. എനിക്ക് പണം കൊടുക്കാനില്ല, പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ അഡ്വക്കേറ്റായി എൻ്റെ കൂടെ നിൽക്കും. ഹീ ഈസ് മൈ അഡ്വക്കേറ്റ്. ഹി വിൽ സ്റ്റാൻഡ് ഫോർ മീ. ഹി വിൽ ജഡ്ജ് ക്ലിയർലി. എനിക്ക് വേണ്ടി വാദിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി വാദിക്കും. വെൻ നോ വൺ സ്പീക്സ് ഫോർ യു, ജീസസ് സ്പീക്സ് ഫോർ യു. ആരും നിനക്ക് വേണ്ടി സംസാരിക്കാത്തപ്പം ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. നമുക്കറിയാം, 1 യോഹന്നാൻ 2:1 പറയുന്നുണ്ട്, കർത്താവ് നമ്മുടെ അഡ്വക്കേറ്റാണ്. ഹീസ് അവർ അഡ്വക്കേറ്റ്. അതിനേക്കാൾ ഉപരി എൻ്റെ ഏറ്റവും അവസാനത്തിൽ ആ 2-ാമത്തെ ഭാഗത്ത് പറയുക: എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണോ കണ്ണീർ പൊഴിക്കുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരും ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം മാറിപ്പോകുമ്പോഴും ഈ ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്: എല്ലാവരും എന്നെ പരിഹസിക്കുകയാണ്, എൻ്റെ സ്നേഹിതന്മാർ എന്നെ തള്ളിക്കളയുക, പക്ഷേ എൻ്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തുക, എൻ്റെ കണ്ണുനീർ ഞാൻ സ്വർഗത്തിലേക്ക് അർപ്പിക്കുകയാണ്. കാരണം എൻ്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മൈ ഐസ് പോർ ഔട്ട് ടീയേഴ്സ് ടു ഗോഡ്. എൻ്റെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീർ ദൈവസന്നിധിയിലേക്ക് ഞാൻ അർപ്പിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കുകളല്ല. ഒരുപക്ഷെ വാക്കുകളില്ലാത്ത പ്രാർത്ഥനകളുണ്ട്. ഒരു തുള്ളി കണ്ണുനീരായിരിക്കും ആ പ്രാർത്ഥനയായി പുറത്തു വരുന്നത്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം കടാശിക്കത്തില്ല. നമ്മുടെ കണ്ണുനീരിനെ മുഴുവൻ തുരുത്തിയിലാക്കി വയ്ക്കുന്നു. നമ്മുടെ ഹൃദയവേദനയെ ദൈവം അറിയുന്നുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വാദിക്കും,
ദൈവം നമ്മുടെ കണ്ണുനീരിനെ കാണും. അതുകൊണ്ട് മനുഷ്യന് മുമ്പിൽ കരയണ്ട, ദൈവസന്നിധി കരയുക. നമ്മുടെ കരച്ചിലിന് ഉത്തരമുണ്ടാകും, നമ്മുടെ കണ്ണുനീരിന് ഉത്തരമുണ്ടാകും. യോബിനു വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ, യോബിന് നഷ്ടമായതിനെല്ലാം ദൈവം മടക്കി കൊടുത്തെങ്കിൽ, അതെ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, നിങ്ങൾക്ക് നഷ്ടമായതിനെ മടക്കിത്തരാൻ, നിങ്ങളെ മാറോട് ചേർക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നു, ദൈവത്തെ ഒരു സൃഷ്ടാവായി മാത്രമല്ല, ഒരു ജഡ്ജായിട്ടും, ഒരു സാക്ഷിയായിട്ടും, ഒരു അഡ്വക്കേറ്റായിട്ടും, ഒരു മധ്യസ്ഥനായിട്ടും, ഒരു സുഹൃത്തായിട്ടും, ഒരു വീണ്ടെടുപ്പുകാരനായിട്ടും നാം കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, മൈ റെഡീമർ ലീവ്സ്. അതെ, നമുക്കുള്ള വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്. അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും, അവൻ നിങ്ങളെ വീണ്ടെടുക്കും. നഷ്ടപ്പെട്ടതിൽ നിന്ന്, തകർന്നു പോയ അവസ്ഥയിൽ നിന്ന് ഹി വിൽ റെഡീം യു. അതുകൊണ്ട് തന്നെ ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. ഗോഡ് ഈസ് ഗോയിങ് ടു റെഡീം യു. ദൈവം നിങ്ങളെ റെഡീം ചെയ്യും, അവൻ നിങ്ങളുടെ കരം പിടിക്കും. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.